ഈ വീഡിയോയിൽ നമുക്ക് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഒരു ഗ്ലോയിങ് മെറ്റീരിയൽ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ഇതിങ്ങനെ ഒരു ഈ സ്ക്വയർ ഞാനിപ്പോൾ ബേസിക്കായിട്ട് ഈ സ്ക്വയർ എടുത്തിട്ട് ഇതിൽ ഗ്ലോയിങ് മെറ്റീരിയൽ നമുക്ക് ആഡ് ചെയ്യണം നോക്കാം. അതിനാദ്യം നമ്മൾ ഫയൽ ന്യൂ ജനറൽ ആദ്യം ഇത് സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് കൺട്രോൾ ന്യൂ ജനറൽ. ഓക്കെ, ഒരു മെറ്റീരിയലോട് വന്നിട്ടുണ്ട്. തൽക്കാലം ഈ സ്ക്വയർ തന്നെ നമുക്ക് എടുക്കാം. ഈ സ്ക്വയർ എടുത്തിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ, ഇവിടെ മെറ്റീരിയൽ പ്രോപ്പർട്ടിയിൽ നമുക്കൊരു കളർ ചൂസ് ചെയ്യാം. ഓക്കെ, കളർ ചൂസ് ചെയ്തിട്ട് നേരെ ലാസ്റ്റ് ഇതിൻ്റെ ഏറ്റവും അടിയിൽ കുറച്ച് എമിഷൻ വന്നിട്ടുണ്ടാകും. എമിഷൻ ആദ്യം ഡാർക്ക് ആയിരിക്കും, അത് നമുക്ക് മാറ്റാം. അവിടെ നിന്ന് ടോപ്പിലേക്ക് ആക്കാം. അപ്പോൾ കളർ വരും വൈറ്റിക്ക്. ഇവിടെ നിന്ന് പൊക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതിൻ്റെ തന്നെ ഒരു കളർ കൊടുക്കാം. എമിഷൻ റേറ്റ് ഒരു 20 കൊടുക്കാം. 20 കൊടുത്തിട്ട് നേരെ നമുക്ക് റെൻഡറിങ് പ്രോപ്പർട്ടിയിൽ പോകും. റെൻഡറിങ് പ്രോപ്പർട്ടിയിൽ റെൻഡറിങ് ഇ വി അതുണ്ട്. അതിൽ നമുക്ക് ബ്ലൂമിങ് എഫക്റ്റ് ഉണ്ട്. ബ്ലൂമിങ്ങിൽ ടിക്ക് മാർക്ക് കൊടുക്കാം. ടിക്ക് മാർക്ക് ഇതിപ്പോൾ ഒന്നും കാണില്ല. നമുക്ക് ആദ്യം നമ്മൾ ഈ ഓപ്ഷനിൽ പോകണം. ഈ ഓപ്ഷനിൽ പോയാൽ ബ്ലൂമിങ്, ഇതാണ് നമ്മൾ ഇവിടുത്തെ. അങ്ങനെയാണ് മെറ്റീരിയൽ, ഗ്ലോവിങ് മെറ്റീരിയൽ ആഡ് ചെയ്യാം. താങ്ക് യു.